നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി ധ്യാനമായി നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്ന് അങ്ങയെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ആദ്യവസാനം അവിടെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 409 ഗീതം. ലിറിക്സ് 409. യേശുവിന്റെ വ്യാഹിത പ്രസാദമേ മനസ്സമേ സദാ പ്രസാദമേ മനസ്സമേ സദാ ഈശനവനെന്റെ മോചനം ചെയ്തതിനാൽ പ്രസാദമേ മനസ്സമേ സദാ പ്രസാദമേ മനസ്സമേ സദാ ജ്ഞാനവനോടു യുവനവാനെന്റെ നാമെല്ലാം അകറ്റി ദിനം തോറും വന്നിടുമേ ദിനം തോറും വന്നിടുമേ ശോകമശേഷവോ നികിദിനം പ്രതി ലോകത്തിനെ നകറ്റി ജനരത കാത്തുപോകുന്നവന ജനരത കാത്തുപോകുന്നവന ജീവനമർത്തലേ ഭാവിയാൽ നൽകി ശരീരമത് പ്രതിദിന ദേവം സർവേശ്വരന പ്രതിദിന ദേവം സർവേശ്വരന യേശുവിന്റെ വ്യാഹിത പ്രസാദമേ മനസ്സമേ സദാ പ്രസാദമേ മനസ്സമേ സദാ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോഴും പ്രകാരം തന്നെ ആമീൻ. തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 34.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവരായിരുന്നു, വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. ദൈവത്തിനു മഹത്വവും ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്കു സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ഔന്നതനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്,
അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവൊഴികെ സർവ്വതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാവം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷം ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാവങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. ആത്മായ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ, മനസ്സിലും കാരുണ്യവാനുമായ ദൈവമേ, നിന്റെ പുത്രനെ ദാസ്യവേഷത്തിൽ മനുഷ്യനായി നൽകിയതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃകകളെ പഠിപ്പിച്ചുവല്ലോ. അവൾ കൊണ്ട് ദൈവരാജ്യ പ്രാപ്തിക്കും ദൈവനാമ പുകഴ്ചയ്ക്കും പ്രതിഫലിച്ചുകൂടാതെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ശുശ്രൂഷ ചെയ്യിക്കുകയില്ല, ശുശ്രൂഷിക്കുകയും തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുകയും ചെയ്യുകയാണ് ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം എന്ന് ലോകം അറിയുവാൻ ഇടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ദൈവവചനം കേൾപ്പീൻ. ബുക്ക് ഓഫ് നെഹമ്യാവ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 12. അങ്ങനെ മഹാപുരോഹിതനായ എലിയാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ കതകുകളും വെച്ചു. ഹമയ ഗോപുരം വരെയും ഹനനാൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറവും ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസേനാക്കർ പണിതു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതവും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കോസിൻ്റെ മകനായ ഊര്യാവിൻ്റെ മകൻ മെരോമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെസ്സോബേലിൻ്റെ മകനായ ബെരാഖ്യാവിൻ്റെ മകൻ മെശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സദോക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പസഹയുടെ മകനായ യോയാദായും ബെസോദ്യാവിൻ്റെ മകനായ മെശുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതവും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബിയോന്യനായ മെലുഥ്യാവും മെരോദ്നോധ്യനായ യോധാനും ഗിബിയോന്യരും മിസ്പയരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസനം സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനുപുറം തട്ടാന്മാരിൽ ഹർഹയാവിൻ്റെ മകനായ ഊസിയെ അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രെഫയാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹർമേഫിൻ്റെ മകനായ യെദയാവു തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം ഹസ്ബനയാവിൻ്റെ മകൻ ഹത്തൂസ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹരീമിൻ്റെ മകൻ മൽക്കിയാവും പഹത് മോവാബിൻ്റെ മകൻ ഹശൂബാവും അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം യെരുശലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേസിൻ്റെ മകൻ ശല്യാമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. ഇവിടെ പാഠം അവസാനിക്കുന്നു.
ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 104 സങ്കീർത്തനം, സാംസ് 104. Psalms 104, responsive reading. Praise the Lord, my soul, O Lord, my God, how great you are. You are clothed with majesty and glory. You cover yourself with light. You have spread out the heavens like a tent and built your homes on the waters above. You use the clouds as a chariot and ride on the wings of the wind. You use the winds as your messengers and flashes of lightning as your servant. You have set the earth firmly on its foundation and it will never be moved. You placed the oceans over it like a robe, and the water covered the mountains. You have rebuked the waters, they fled, they rushed away when they heard your shout of command. They flowed over the mountains and into the valleys, to the place you have made for them. You set a boundary there they can never pass, to keep them from covering the earth again. You make springs flow in the valleys and rivers run between the hills. They provide water for the wild animals, their wild donkeys quench the thirst. In the trees nearby, the birds make their nest and sing. From the sky you send rain on the hills, and the earth is filled with your blessing. You make grass grow for the cattle and plants for man to use, so that he can grow his crops and produce wine to make him happy, olive oil to make him cheerful, and bread to give him strength. The cedars of Lebanon get plenty of rain, the Lord's own trees which he planted. There the birds build their nest, the storks nest in the fir trees. The wild goats live in the high mountains, and the rock badgers hide in the cliff. You created the moon to mark the moths, the sun knows the time to set. You made the night, and in the darkness all the wild animals come out. The young lions roar while they hunt, looking for the food that God provides. When the sun rises, they go back and lie down in their dens. Then people go out to do their work and keep working until evening. Lord, you have made so many things, how wisely you made them all. The earth is filled with your creatures. There is the ocean large and wide, where countless creatures live, large and small alike. The ships sail on it, and in it plays Leviathan, the sea monsters which you made. All of them depend on you to give them food when they need it. You give it to them and they eat it. You provide food and they are satisfied. When you turn away, they are afraid. When you take away your breath, they die and go back to dust from which they came. But when you give them breath, they are created. You give new life to the earth. May the glory of the Lord last forever. May the Lord be happy with what he has made. He looks at the earth and it trembles. He touches the mountains and they pour out smoke. I will sing to the Lord all my life. As long as I live, I will sing praises to my God. May he be pleased with my song, for my gladness comes from him. May sinners be destroyed from the earth. May the wicked be no more. Thanks be to God. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. This second lesson is taken from Acts chapter 6, verses 1 to 7. Acts chapter 6, verses 1 to 7. Now in these days, when the disciples were increasing in number, a complaint by the Hellenists arose against the Hebrews because their widows were being neglected in the daily distribution. And the 12 summoned the full number of the disciples and said, "It is not right that we should give up preaching the word of God to serve tables. Therefore, brothers, pick out from among you 7 men of good repute, full of the Spirit and of wisdom, whom we will appoint to this duty. But we will devote ourselves to prayer and to the ministry of word." And they said, pleased the whole gathering, and they chose Stephen, a man full of faith and of the Holy Spirit, and Philip, and Prochorus, and Nicanor, and Timon, and Parmenas, and Nicholas, a proselyte of Antioch. These they set before the apostle, and they prayed and laid their hands on them. And the word of God continued to increase, and the number of disciples multiplied greatly in Jerusalem. And a great many of the priests became obedient to the faith. Here ends the second lesson. 3 വിശുദ്ധ ദൈവകുമാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 48. ഡെഡിക്കേറ്റ്സ്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ,
ആകാശവിധാനത്തിമീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ സർവശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അഗ്നിയുഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞു ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞ ശീതമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾവെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലും മേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമിയിലെ സസ്യങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അതിൽ ചരിക്കുന്ന നിങ്ങളുടെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ തലപറവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ. അവനെ എന്നും പോറ്റി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആത്മാക്കളും ദേവമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അന്യനാവശ്യം ഈശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ വാഴ്ത്താം. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെൻറ്റ് മാത്യു ചാപ്റ്റർ 20 വേഴ്സസ് 20 to 28. അന്ന് സെബെദീപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്ക വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശു അവരെ അടുക്കൽ വിളിച്ചു, ജാതികളുടെ അധീപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻ ഷിജു ശ്യാമുൽ അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പളായും തിരുവഞ്ചൂർ CSI ഡെവകയുടെ വികാരിയായിട്ടും സേവനം ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ്. അച്ഛനോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കീർത്തനം 397, ഹിൻ നമ്പർ 397.
ലോകസകലരെ നീങ്ങുമ്പോൾ ആകുലപത്രവനായി നീ തീരുമ്പോൾ കർത്തൻ വർഷിപ്പിക്കും അനുഗ്രഹങ്ങൾ എത്ര എന്നു ചിന്തിച്ചിട്ടും മോദിക്കാം. എത്ര മോദമുണ്ടി നേരത്ത് ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയെ ഈശോയേറ്റം കരുതുന്നു നിനക്കായി. പ്രവചിക ചിന്തയാൽ വലയുമോ ക്രൂശുവഹിപ്പാനേറ്റം പ്രയാസമോ സന്ദേഹം വേണ്ട നീ കാണുമാശ്വാസം ഈ നേരം രക്ഷകൻ പാദം ചേർന്നിട്. എത്ര മോദമുണ്ടി നേരത്ത് ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയെ ഈശോയേറ്റം കരുതുന്നു നിനക്കായി. നശ്വരമാം ധനത്തെ നീ കാണുമ്പോൾ ലേശം വിശാലമസൂയയും വേണ്ട. ശാശ്വതം നിൻ സ്വർഗത്തിലെ നിക്ഷേപം യേശു വാഗ്ദത്തം ചെയ്തല്ലോ നിനക്കായി. എത്ര മോദമുണ്ടി നേരത്ത് ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയെ ഈശോയേറ്റം കരുതുന്നു നിനക്കായി. കർത്തൻ നൽകും ആശീസ്സുകളൊക്കെ സ്വർഗം ചേരും നേരം വരെ മോഹിക്കാം. എത്ര മോദമുണ്ടി നേരത്ത് ദൈവത്തിൻ കരുണയോർക്കുമ്പോൾ ഉല്ലസിക്കാം ഭാരവാഹിയെ ഈശോയേറ്റം കരുതുന്നു നിനക്കായി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമാകുന്നവരാണ്. ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ വചനം ധ്യാനിക്കുന്നതിന് അങ്ങ് തരുന്ന അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, വചനത്തിൻ്റെ ആഴം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവ് പകർന്ന് ബലപ്പെടുത്തണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു അവിടുത്തെ വിലയേറിയ നാമത്തെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തമ്പുരാൻ തരുന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരം തന്ന എൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന സന്തോഷച്ചനോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. 2020 സേവനത്തിൻ്റെ വർഷമാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഇന്ന് സേവനത്തിൻ്റെ വിവിധ മേഖലകൾ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹം
നമ്മിൽ നിന്നും പലവിധമായ സേവനം പ്രതീക്ഷിക്കും. ഈ സാഹചര്യത്തിലാണ് കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റിയായ സഭയിൽ ആത്മായർ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ എന്ന വിഷയം നാം ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ യെരുസലേം യാത്രയാണ് വിവരിക്കുന്നത്. ഈ യാത്രയിൽ സബദി മക്കളുടെ അമ്മ അവരുടെ മക്കളോടുള്ള സ്നേഹത്താൽ ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ വലതും ഇടത്തും ഇരിക്കുവാൻ യാക്കോബിനും യോഹന്നാനും അവസരം ചോദിച്ചുകൊണ്ട് യേശുവിനെ സമീപിക്കുകയാണ്. ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഈ മാതാവ് യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ സലോമിയാണ്. അങ്ങനെയെങ്കിൽ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ ഫസ്റ്റ് കസിൻസാണ്. ഇവരുടെ മാതാവ് ഒരു സാധാരണ മാതാവാണ്. നമ്മളെ എല്ലാവരെയും പോലെ മക്കളെക്കുറിച്ചുള്ള അതിയായ ചിന്തയിൽ മക്കൾക്ക് ലോകപ്രകാരം പദവിയും ധനവും സ്ഥാനവും മാനവുമെല്ലാം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ സമീപിച്ച് യേശുവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് വലിയൊരു അപേക്ഷ ഇവിടെ നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ യേശുദമ്പുരാൻ യേശു സമൂഹത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട ഓരോ ശിഷ്യരുടെയും ഉത്തരവാദിത്വം എന്താകുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സേവനത്തിനായി വിളിക്കപ്പെട്ടവർ സ്വാർത്ഥതകളെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. ഗീവ് അപ്പ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്. സർ എന്നതിൻ്റെ ഗ്രീക്ക് പദം ഡിയാക്കോനെ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ടു പ്രൊവൈഡ് എ പേഴ്സണൽ സർവീസ് എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകുന്ന മീനിങ് ടു പ്രൊവൈഡ് സംതിങ് എന്നുള്ളതാണ്. ഇവിടെ ഈ മാതാവ് അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ അവരുടെ ഭാവിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവര് ഭരിക്കുന്ന ഒരു ക്രമമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ക്രമമാണ്. ആ ക്രമത്തിൽ ആകൃഷ്ടയായതുകൊണ്ടാണ് യേശു വിഭാവനം ചെയ്യുന്ന ഈ ദൈവരാജ്യം എന്ന് പറയുന്നതും അതിനോട് താരതമ്യപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിനായി അനുധാവനം ചെയ്യുമ്പോഴും യേശുവിൻ്റെ പഠിപ്പിക്കലുകളും യേശുവിൻ്റെ പ്രസംഗവും രോഗശാന്തി ശുശ്രൂഷയുമെല്ലാം അവർ കാണുമ്പോഴും അവർ യേശു ആരാകുന്നു എന്ന് അറിയുന്നതിൽ അവർ പരാജയപ്പെടുകയാണ്. അവരുടെ സ്വാർത്ഥതകളെ അവർക്ക് ത്യജിക്കുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകപ്രകാരമുള്ള വ്യവസ്ഥിതികളിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു രാജ്യമാണ് യേശുവിൻ്റെ രാജ്യമെന്നും അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള മേൽക്കോയ്മയും പദവികളും സ്ഥാനങ്ങളുമെല്ലാം യേശു വിഭാവനം ചെയ്യുന്ന രാജ്യത്തിലും ലഭിക്കുമെന്ന് അവർ ചിന്തിക്കുന്നത്.
എന്നാൽ യേശു ഇവിടെ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവരോട് ചോദിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, എങ്കിലും എൻ്റെ ഇടതും വലതും ഇരിക്കുവാനായിട്ടുള്ള അവസരം അത് നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുന്നവരായ എല്ലാവരും അവരെ ഭരിച്ചിരിക്കുന്ന എല്ലാ സ്വാർത്ഥതകളും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് യേശു രാജ്യത്തില്, യേശു സമൂഹത്തില് നമുക്ക് അവകാശം ലഭിക്കുന്നത്. അതുകൊണ്ട് യേശു സമൂഹത്തില് അവകാശം ലഭിക്കുവാനായി ഒന്നാമതായി നമ്മിലെ സ്വാർത്ഥതകളെ ഉപേക്ഷിക്കണം. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ ദൈവേച്ഛയിൽ പങ്കുചേരേണ്ടത് അത്യാവശ്യമാണ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ഗോഡ്സ് വിൽ. ഈ സുവിശേഷ വേദഭാഗത്തിൽ കർത്താവ് തൻ്റെ ഈ ലോകത്തിലെ സ്ഥാനത്തെ ഒരു അടിമയോട് ഉപമിക്കുകയാണ്. ഈ ദാസന്റെ ശുശ്രൂഷ ചെയ്യുന്നതിനാണ് കർത്താവായ യേശു തമ്പുരാൻ ശിഷ്യരെയും ക്ഷണിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 തുടങ്ങി 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലൻ അവിടെ വിവരിക്കുകയാണ്, പിതാവിനോടൊപ്പം ഇരിക്കെ തന്റെ സമത്വം മുറുകെ പിടിക്കാതെ ലോകത്തിലേക്ക് സ്വയം ശൂന്യനായി ലോകത്തിലേക്ക് സേവനത്തിനായിട്ട് വന്ന ഒരു കർത്താവായ യേശു തമ്പുരാൻ. യേശുവിനെ പിൻപറ്റുന്ന എല്ലാവരും കർത്താവ് കാണിച്ചു തന്ന ഈ സ്വയം ശൂന്യവൽക്കരണത്തിന്റെ, സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാർഗം പിൻപറ്റുവാനായിട്ട് തയ്യാറാകുന്നു. യേശു സമൂഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ യേശു തമ്പുരാൻ കാണിച്ചു തന്ന സ്നേഹവും സേവനവും ആയിരിക്കണമെന്നത് നമ്മൾ വിസ്മരിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് യേശു പ്രഖ്യാപിക്കുന്നത്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവന് മറ്റുള്ളവർക്ക് ശുശ്രൂഷകരായിട്ട് മാറും. ഒരു പുതിയ ലോകക്രമം യേശു ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ശിഷ്യരെല്ലാം ദാസന്മാരെ പോലെ ദൈവമുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. വാക്യം 27 അതാണ് വിവരിക്കുന്നത്. കാര്യം നമുക്കറിയാം, ഒരു സ്ലേവ് എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ യജമാനനെ ആശ്രയിച്ച് യജമാനന് കീഴ്പ്പെട്ട് മാസ്റ്ററിന്റെ ദയയില്, മാസ്റ്ററിന്റെ പേരിൽ അറിയപ്പെടുവാനായിട്ട് വിധിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛകളെല്ലാം യജമാനന്റെ ഇച്ഛയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ബലി കഴിക്കുകയാണ്. ആ ഒരു അനുഭവത്തിലൂടെയാണ് അദ്ദേഹം നല്ല ദാസനായിട്ട് രൂപപ്പെടുന്നത്. ആ ഒരു അനുഭവമാണ് ദാസന് മൂല്യമുള്ള വ്യക്തിയായിട്ട് രൂപപ്പെടുത്തുന്നത്. ഇവിടെ കർത്താവായ യേശു തമ്പുരാൻ പരിചയപ്പെടുത്തുന്ന പുതിയ ക്രമത്തിലും നമ്മൾ ദാസരായി തീരുമ്പോൾ, ബലഹീനരായിട്ട് തീരുമ്പോൾ, അത് കർത്താവിൽ നിന്നും ശക്തി സംഭരിക്കുന്നതിനുള്ള ഒരു അനുഭവമായിട്ട് തീരുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ സെന്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലോകത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഭരണകർത്താക്കളാണ്, പവറുള്ളവരാണ്. എന്നാൽ യേശു തമ്പുരാൻ വിഭാവനം ചെയ്യുന്ന ഈ ക്രമത്തില് അതിന്റെ സെന്റർ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ജീവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് ലോകത്തില് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നവരാണ്. ഇന്ന് നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അവിടെ മേശമേല് ശുശ്രൂഷക്കായിട്ട് തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ ശിഷ്യരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ മേശമേൽ ശുശ്രൂഷക്കായിട്ട് ചിലരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ജീവൻ തന്നെ ആ സേവനത്തിന് വേണ്ടി നൽകുകയാണ്.
പഴയ നിയമത്തിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അവിടെ മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ആ ഒരു സേവനത്തിന് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അങ്ങനെ സേവനം ചെയ്യുന്നതിലൂടെ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു സമൂഹമായി ഇന്ന് സഭ മാറേണ്ടത് വളരെ ആവശ്യമാണ്. ഇങ്ങനെ ഒരു സേവനത്തിന്റെ സമൂഹമായി നമ്മളെല്ലാവരും തീരുമ്പോൾ ദൈവമുമ്പാകെ എല്ലാവരും തുല്യരാകുകയാണ്. എല്ലാവരും ദൈവേച്ഛയാൽ നിറയപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ നൽകുന്ന ഒരു അനുഭവം. ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സർവീസ് ടു ദ അതേഴ്സ്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന അനുഭവമാണ്. ഇവിടെ നോട്ട് റൂളിംഗ് ഓവർ, ബട്ട് ഇറ്റ് ഈസ് ദ വേ ഓഫ് സർവീസ്. ഇവിടെ സേവനത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളിലെ ഞാനെന്ന ഭാവങ്ങളെയും എൻ്റെ ഇച്ഛകളെയൊക്കെ മാറ്റുമ്പോൾ അതിന് നമുക്ക് തയ്യാറാകുവാനായിട്ട് കഴിയും. മൂന്നാമതായി ഇവിടെ കാണുന്ന ചിന്ത എന്ന് പറയുന്നത് സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ സ്നേഹത്തിൻ്റെ സേവനമാണ് ചെയ്യുന്നത്. ടു ഡു ലവിങ് സർവീസ്. ദൈവം ഇവിടെ വിളിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ സേവനം ചെയ്യുവാനായിട്ടാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി, റിയൽ എവിഡൻസ് ഓഫ് അവർ ബിലീഫ് ഈസ് ദ വേ വി ആക്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസം എന്നത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ബോണോഫർ പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. ഇൻ ജീസസ് ദ സർവീസ് ഓഫ് ഗോഡ് ആൻഡ് സർവീസ് ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദ ബ്രദറൻ വെയർ വൺ. യേശുവില് ദൈവത്തിന് ചെയ്യുന്ന സേവനവും ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനവും ഒന്നായിട്ട് ചെയ്യും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് സേവനം ചെയ്യുവാനായിട്ട് തയ്യാറുള്ളവരാണ് എങ്കിൽ അത് നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ സേവിക്കുന്നതിലൂടെ അത് പ്രകടിപ്പിക്കുവാൻ നമുക്ക് ഈ ലോകത്തിൽ കഴിയേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു തമ്പുരാൻ സേവനത്തിനായിട്ട് തൻ്റെ ജീവനെ മറുവിലയായിട്ട് നൽകിയിരിക്കുന്നു എന്ന് 27-28 വാക്യങ്ങൾ വിവരിക്കുകയാണ്. കർത്താവിന്റെ ജീവൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവായ യേശു തമ്പുരാൻ നൽകുകയാണ്, അനേകർക്ക് വേണ്ടി നൽകുകയാണ്. മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ നമ്മുടെ ഈ വർഷത്തെ തീമിലും പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ യേശു സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്, യേശു സമൂഹം എന്ന് പറയുന്നത് സേവനം ചെയ്യുന്ന സമൂഹമായിരിക്കണം. യേശുവിൻ്റെ സർവീസിന്, സേവനത്തിന് ഒരു പരിമിതിയും ഇല്ലായിരുന്നു. അത് കാൽവറിയിൽ ക്രൂശിൽ മാത്രം അവസാനിക്കുന്നതല്ല, പിന്നെയോ നമ്മളെ നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന ആ വലിയ ഒരു പ്രവർത്തനമാണ് കർത്താവിന് നാം കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു ശുശ്രൂഷയ്ക്ക് നമ്മൾ തയ്യാറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു തമ്പുരാനെ കുറിച്ച് ഇപ്രകാരം ഞാൻ വായിക്കുകയുണ്ടായി. 3-ാം നൂറ്റാണ്ടിൽ ഒരു വിദേശി തീർത്ഥാടനാർത്ഥം നസ്രത്തിൽ വരികയും അയാളുടെ ഗവേഷണ ഫലമായി യേശുവിൻ്റെ ഭവനമിരുന്ന സ്ഥലം തിട്ടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവിടെ ഒരു വീട് കണ്ടില്ല. ക്രിസ്ത്യാനികൾ അവിടെ ഒരു പള്ളി പണി കഴിപ്പിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ആ പള്ളി വലുതാക്കുവാൻ തീരുമാനിച്ച് അതിൻ്റെ തറ കിളച്ചപ്പോൾ ഒരു ഗുഹ കണ്ടെത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിൽ ദരിദ്രരായിട്ടുള്ള യഹൂദന്മാര് സ്വന്തമായി വീടുണ്ടാക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ പലപ്പോഴും ഗുഹകൾക്കുള്ളിലായിരുന്നു പാർത്തിരുന്നത്. അവിടെ പാർത്തുകൊണ്ടാണ് അവരവരുടെ ജീവിതം മുമ്പോട്ട് നയിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു തമ്പുരാൻ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മളെ ഈ സേവനത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരുവാനായിട്ട് ലോകത്തിലേക്ക് വന്ന കർത്താവ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ആ
ആ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നന്മകൾ അനുഭവിക്കുന്ന നാം മറ്റുള്ളവർക്ക് നന്മകൾ നൽകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ എല്ലാവരും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനായിട്ട് കർത്താവായ യേശു തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുന്നുണ്ടായി, നോട്ട് എവറി സെർവന്റ് വാസ് എ സ്ലേവ് ബട്ട് എവറി സ്ലേവ് വാസ് എ സെർവന്റ്. എല്ലാ സേവനം ചെയ്യുന്നവരും ദാസന്മാരായിരിക്കണമെന്നില്ല, പക്ഷേ എല്ലാ ദാസന്മാരും സേവനം ചെയ്യുന്നവരാണ്. ക്രിസ്തുവിൻ്റെ ദാസന്മാരായിട്ട് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സേവനത്തിന് വേണ്ടി നമുക്ക് തയ്യാറാക്കണം. ഇപ്രകാരം പറയുകയുണ്ടായി, do all the goods you can by all the means you can, in all the ways you can, in all the places you can, at all the times you can, to all the people you can, as long as ever you can. പ്രിയമുള്ളവരെ, കർത്താവായ യേശു തമ്പുരാൻ നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് നമ്മളിലെ സ്വാർത്ഥതകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രിത ജീവിതം നയിച്ചുകൊണ്ട് ദൈവേച്ഛയ്ക്ക് വേണ്ടി നന്മ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ടാണ്. അതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പുതിയ ഒരു യാത്രയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെ സഹായിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് അവിടുത്തെ വചനം ധ്യാനിക്കുന്നതിനുള്ള അവസരത്തിനായിട്ട് നിങ്ങളോട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സേവനത്തിനായിട്ട് വിളിച്ചിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ സേവനത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ സ്വാർത്ഥതകളെയും ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ഇച്ഛയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവിധമായ കൃപകളാലും നിറയ്ക്കണം. എല്ലാം യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃജന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഉത്തരകർത്താവായി യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിന് കന്യകയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാസിൽ കഷ്ടപ്പെട്ടു, കുരിശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചെഴുന്നേറ്റു. അവൻ സ്രോതത്തിലേക്ക് കയറി സർവശക്തിപിതാവായ ദൈവത്തിൻ്റെ അടുത്ത് വാത്തിരിക്കുന്നു. അവിടെ ഉള്ളവരെ മരിച്ചവരെ നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ വിശ്വസിക്കുന്നു. ആമീൻ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ് സെറിൻ സൂസൻ ജോൺ, മിസസ് മിനു ജസ്വിൻ, മാസ്റ്റർ ജോനാഥൻ ജേക്കബ് ബിപിൻ, മിസ്റ്റർ റോഷൻ വർക്കി എബ്രഹാം, മിസ്റ്റർ തോമസ് ജോൺ, മിസ്റ്റർ സ്റ്റീവൻ സി കോശി, മിസ്റ്റർ സുവിൻ വി എസ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമേ. കുടുംബസ്ഥരായ പ്രിയ മക്കളെയും ദൈവം സമർപ്പിക്കുന്നു. ആരോഗ്യവും ബലവും ശക്തിയും പ്രദാനം ചെയ്യണമേ. നിൻ്റെ ഓരോ പ്രിയ മക്കളെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡ്ഡിംഗ് ആനിവേഴ്സറി മിസസ് ആൻഡ് മിസ്റ്റർ കോശി പി തോമസ്. പ്രാർത്ഥിക്കാം. Din bujang Maria
സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബജീവിതം ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവർ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, തുടർന്നും അവിടുത്തെ ദിവ്യമായ അനുഗ്രഹത്താൽ നിന്റെ മക്കളെ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. Let us pray. Almighty Lord, thank you for giving us this wonderful and blessed day. We thank you, Father, for providing us various possible ways to listen to your word and be in your presence. We pray for the church members who are able to attend the service and those who couldn't. Bless them and protect them, O Lord. Father, we surrender this pandemic situation into your hands. There is no sickness or disease that you couldn't heal. Protect each and everyone from this disease. Lord God, we pray for all the frontline workers who are in direct contact. Protect them, strengthen them in body and soul. Father, in the name of Jesus Christ, we pray for all the infected people in the world. Let them not lose hope in you. Strengthen their spirit and their family members. Lord, we pray for the people who passed away due to this pandemic. May their soul find peace. Lord, give their dear ones courage and strength to face the situation. Lord, we offer our Achan and his family into your hands. Strengthen him, O Lord, with your Holy Spirit. We pray for our church members, especially who are sick and old. Give them good health and heal them. Father, in the name of Jesus, we pray for the Sunday school. Lord, help our teachers to guide our children and build our future generation spiritually. Lord, make each and everyone as your instrument to carry out your will. Lord God Almighty, we pray to grant us your grace and mercy, without which we are nothing. All this we ask in your precious name. Amen. Let us turn to second litany. The response shall be, Lord, have mercy. Lord, have mercy. For the peace that is from above, and for the salvation of our soul, let us pray to the Lord. Lord, have mercy. For the peace of the whole world, for the welfare of God's holy churches, and for the union of all, let us pray to the Lord. Lord, have mercy. For our bishops and all other ministers, especially the CNI moderator, the Metropolitan of Marthoma Church, our moderator, and our bishop, that with a good heart and a pure conscience, that they may accomplish their ministry. Let us pray to the Lord. Lord, have mercy. For the rulers of our country and all in authority, let us pray to the Lord. Lord, have mercy. For the sick, the suffering, the sorrowful, and the dying, let us pray to the Lord. Lord, have mercy. For the poor, the hunger, the orphan, and the widowers, and they that suffer persecution, let us pray to the Lord. Lord, have mercy. For ourselves and all who confess the name of Christ, that we may show forth the excellency of Him who called us out of the darkness into His marvelous light. Let us pray to the Lord. Lord, have mercy. That with all His servants who have served Him here and are now at rest, we may enter into the fullness of His unending joy. Let us pray to the Lord. Lord, have mercy. Let us pray. Almighty God, the foundation of all wisdom, who knowest our necessities before we ask, and our ignorance in asking, we beseech Thee to have compassion upon our infirmities, and those things which for our unworthiness we dare not, and for our blindness we cannot ask, vouchsafe to give us
for the worthiness of thy Son, Jesus Christ our Lord. Amen. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്തയില്ലയോ. ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നതെന്തിനു നീ. കല്ലുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കല്ലുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങയെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സ്വർഗീയ നന്മകളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ CSI സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മധ്യകേരള മഹായിടവ ബിഷപ്പ് തോമസ് കെ മന്തിരിമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേഡക് ഡൈസ് ബിഷപ്പ് AC സോളമൻരാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ബിഷപ്പുമാരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. വൈദിക ശ്രേഷ്ഠരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലയായിരിക്കുന്ന ഏവരെയും അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിൽഡിംഗ് കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. യൂത്ത് മൂവ്മെൻ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ ശുശ്രൂഷകളെ മാനിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ നന്മകളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതിനെ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ ഞങ്ങളൊരു ദേവാലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ, ആശുപത്രികളിൽ രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പൂർണ്ണമായ വിടുതൽ, ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരെ മുഖമോ ലജ്ജുപോയില്ല. ലജ്ജിക്കാത്ത സാക്ഷിയായി നിലകൊള്ളുവാൻ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ്റെ ഏറ്റവും അടുത്ത തുണയായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ കർത്താവ് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ COVID-19 കാലഘട്ടത്തിൽ പലവിധമായ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളെ എല്ലാവരും ശക്തികരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, ഗവൺമെൻറ്, വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ ശക്തികരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വസിപ്പാൻ പാർപ്പിടവും ധരിപ്പാൻ വസ്ത്രവും കഴിപ്പാൻ ആഹാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിന് വിടുവിക്കുന്നുവെന്നുള്ള സ്തോത്രം ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സുഖം പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ രക്ഷകർത്താവ് ദുഷ്ടങ്ങൾ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങൾക്കാവുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസ സംസർഗവും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടി നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.